ലിസി ഹോസ്പിറ്റലിലെ എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റായി ജീവിതം തുടങ്ങിയ സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ബി.ഡി. സതീശന് വേണ്ടി വാദിച്ചത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസിലെ ബി.ഡി. സതീശൻ വിഭാഗം എന്ന് പറയുന്ന കുറച്ചുപേരും. പക്ഷേ അത് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. മുസ്ലിം ലീഗ് ബി.ഡി. സതീശന് വേണ്ടി ശക്തമായ വാദം തന്നെയാണ് ഉയർത്തിയത്. ബി.ഡി. സതീശന്റെ മുൻകാല ചരിത്രം പറയുകയാണ് പൊളിറ്റിക്സ് കേരള. ബി.ഡി. സതീശൻ ജീവിതം ആരംഭിക്കുന്നത് എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ റിസപ്ഷൻസിൽ നിന്ന്. പിന്നീട് എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി മാറി ബി.ഡി. സതീശൻ. അന്ന് ബി.ഡിക്ക് ശമ്പളം 1000, കാലം 1980. കോൺഗ്രസിൽ ബി.ഡി. സതീശൻ പ്രാദേശിക നേതാവ്, രമേശ് ചെന്നിത്തലയ്ക്ക് ഇഷ്ടപ്പെട്ട നേതാവ്. രമേശിന് ഒരു കുഴപ്പമുണ്ട്, ഇഷ്ടപ്പെട്ട നേതാക്കളെ വളർത്തിയെടുക്കും. പിന്നീട് ബി.ഡി. സതീശൻ മണി ചെയിൻ ബിസിനസ് നടത്തി. അത് ലാഭകരമായിരുന്നു. പൊതുവെ മണി ചെയിൻ എന്ന് പറഞ്ഞാൽ തട്ടിപ്പ് എന്നാണ്. പക്ഷേ ബി.ഡി. സതീശൻ നടത്തിയ മണി ചെയിൻ ബിസിനസ് ലാഭകരമായിരുന്നു. അദ്ദേഹം ആരെയും തട്ടിച്ചില്ല. അങ്ങനെ പറവൂരിലെ ജനങ്ങളുമായി അദ്ദേഹം അടുത്തു. പറവൂരിലെ ജനങ്ങളുമായി അടുത്ത സതീശൻ ഒരു നല്ല ചെറുപ്പക്കാരനായി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. കോൺഗ്രസ് രാഷ്ട്രീയം ഒരു വശത്ത്, മണി ചെയിൻ ബിസിനസ് മറുവശത്ത്. എന്തായാലും മണി ചെയിൻ തട്ടിപ്പ് കേസിൽ പലരും അകത്തായപ്പോൾ ബി.ഡി. സതീശൻ തൻ്റെ ജോലി സത്യസന്ധമായി തുടർന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പോഴൊക്കെ രമേശ് ചെന്നിത്തല ബി.ഡി. സതീശന് കൂട്ടായി ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പിലും പെടാതെ രമേശ് ചെന്നിത്തലയുടെ പക്ഷം ചേർന്ന് നിന്ന ബി.ഡി. സതീശൻ ഒടുവിൽ രമേശ് ചെന്നിത്തലയും വെട്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയെ വെട്ടി ബി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് വരുന്നു. കേരള നിയമസഭയിലെ എനിക്ക് തോന്നുന്നു 13ാമത്തെ മുഖ്യമന്ത്രിയാണ് ബി.ഡി. സതീശൻ. ബി.ഡി. സതീശന് വേണ്ടി തെരുവിലിറങ്ങിയവർ മുസ്ലിം ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിയും ആയിരുന്നു. ബി.ഡി. സതീശന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവർ മുസ്ലിം ലീഗുകാർ ആയിരുന്നു. പിന്നെ ബി.ഡി. സതീശന്റെ കുറച്ച് അനുയായികൾ. കേരളത്തിൽ ബി.ഡി. സതീശൻ യുഗം ആരംഭിക്കുന്നതിന് മുമ്പ് ബി.ഡി. സതീശന്റെ പിൽക്കാല ചരിത്രം ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് പൊളിറ്റിക്സ് കേരള ചെയ്യുന്നത്. ലിസി ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റായി തുടങ്ങി അവിടുത്തെ മാർക്കറ്റിംഗ് മാനേജറായി മാറി 1000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്ത ബി.ഡി. സതീശൻ പിന്നീട് 2001 പറവൂരിൽ നിന്ന് വിജയിച്ചു. പിന്നീട് തുടർച്ചയായി വിജയിച്ചു. ഒടുവിൽ വെട്ടിയത് തൻ്റെ ഗുരുനാഥനായ രമേശ് ചെന്നിത്തലയെ വെട്ടിമാറ്റി. കെ.സി. വേണുഗോപാലിനെ വെട്ടിമാറ്റി. കേരളത്തിലെ കോൺഗ്രസുകാർക്കിടയിൽ അനിഷേധ്യനായ നേതാവായി ബി.ഡി. സതീശൻ വളർന്നു. ബി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന സൂചനകൾ ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടായിരുന്നു. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കെ.സി. വേണുഗോപാലായിരുന്നു നല്ലത് എന്ന പക്ഷത്തിലാണ് പൊളിറ്റിക്സ് കേരള. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. വെട്ടൊന്ന് മുറി രണ്ട് എന്ന ബി.ഡി. സതീശൻ രീതി ഇനി കേരളത്തിൽ പ്രാവർത്തികമാകും.
5 വർഷം വി.ഡി. സതീശൻ കേരളത്തെ നയിക്കും. അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങൾ വിവാദമായി മാറും. രമേശ് ചെന്നിത്തലയ്ക്കും കെ.സി. വേണുഗോപാലിനും ഒക്കെ വലിയൊരടിയാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കുന്നതിലൂടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി അവരോധിക്കുന്നതിലൂടെ ലഭിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഏറ്റവും സീനിയർ നേതാവായിരുന്നു. പക്ഷേ വി.ഡി. സതീശൻ അവരെയൊക്കെ വെട്ടി മാറ്റിക്കൊണ്ട് വി.ഡി. സതീശൻ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. വി.ഡി. സതീശനോട് പഴയകാലം ഓർമ്മിപ്പിക്കുകയാണ് പൊളിറ്റിക്സ് കേരള. ലിസി ഹോസ്പിറ്റലിലെ ജീവനക്കാരനായി തുടക്കം, മണി ചെയിൻ ബിസിനസ്സുകാരനായി വളർച്ച, അതിനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനവും രമേശ് ചെന്നിത്തലയുടെ തോളിലേറി വി.ഡി. സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി മാറി. പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ വെട്ടിമാറ്റി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി മാറി. 5 വർഷം വി.ഡി. സതീശൻ എന്ത് യുദ്ധം നയിച്ചു എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ്സുകാരല്ല, സാമാന്യ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. 10 വർഷം അധികാരത്തിലിരുന്ന ഒരു സർക്കാരിനെ ജനങ്ങൾ വെറുക്കുക സ്വാഭാവികം. ആ വെറുപ്പ് തിരിച്ചറിയാൻ പിണറായി വിജയനും കൂട്ടർക്കും ആയില്ല. അതുകൊണ്ടാണ് ചരിത്രപരമായ ഒരു തോൽവി ഇടതുപക്ഷത്തിന് ഉണ്ടായത്. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് പൊളിറ്റിക്സ് കേരളയുടെ അഭിവാദ്യം.